ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. അഹോരാത്രം കർഷകർക്കിടയിൽ പ്രവർത്തിച്ച സുരേഷ് കുറ്റൂർ എന്ന യുവ ഉദ്യോഗസ്ഥനെ തേടി സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള പുരസ്കാരമെത്തി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെറുപുഴയിലെ കാർഷിക മേഖലയിൽ അദ്ദേഹം വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ ഉദ്യോഗസ്ഥനെ അവാർഡിന് അർഹനാക്കിയത്. സംസ്ഥാന കൃഷി മന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അത് സുരേഷിന്റെ മാത്രം നേട്ടമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം ആസ്വദിച്ച കർഷകരുടെ കൂടിയായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ സുരേഷ് നേടുന്ന രണ്ടാമത്തെ സംസ്ഥാന അവാർഡാണിത്. 2021 ചെറുതാഴം പഞ്ചായത്തിൽ കൃഷി അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുമ്പോൾ കൃഷിമന്ത്രി സുനിൽ കുമാറിൽ നിന്നാണ് അദ്ദേഹം ആദ്യ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. വിളിച്ചാൽ വിളപ്പുറത്ത് കൃഷിയുടെ സേവനം എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം വെറും വാക്കായിരുന്നില്ല. കേവലം ഒരു വർഷത്തിനുള്ളിൽ 1000-ലധികം കൃഷിയിടങ്ങൾ അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചു. വെറും സന്ദർശകനായിട്ടല്ല, ഓരോ കർഷകരും ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ നൽകിയും പുതിയ കൃഷിരീതികൾ പരിചയപ്പെടുത്തിയും അദ്ദേഹം കർഷകരുടെ പ്രിയങ്കരനായി മാറി. ഒരു നല്ല കാർഷിക പരിശീലകനായ സുരേഷ് നൂറുകണക്കിന് പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ച് കർഷകരെ ശാക്തീകരിച്ചു. കൂൺ കൃഷി പഞ്ചായത്തിലെ കൂടുതൽ വീടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. സാന്ത്വനത്തിന്റെ കൈത്താങ്ങ് കൃഷിക്ക് പുറമെ മനുഷ്യത്വപരമായ ഇടപെടലുകൾ കൊണ്ടും സുരേഷ് ശ്രദ്ധേയനായി. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മലയിടുക്കുകളിലെ കർഷകർക്ക് സാന്ത്വനം പകരാൻ ആദ്യമെത്തുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. പ്രകൃതി ദുരന്ത ബാധിതരെ സന്ദർശിക്കുന്നതിനിടെ കടക്കണിയിലായിരുന്ന ഒരു കുടുംബത്തിന്റെ ദയനീയാവസ്ഥ പൊതുസമൂഹത്തിലെത്തിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് ബ്രഹ്മകുമാരീസ് എന്ന അന്താരാഷ്ട്ര സംഘടന അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. നിശ്ചിത സമയക്രമമോ അവധി ദിവസമോ നോക്കാതെ അഹോരാത്രം കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അവാർഡ് നേട്ടം കർഷകർ ഒന്നടങ്കം ആവേശപൂർവ്വം ആഘോഷിക്കുകയാണ്. വാക്കുകൾക്കും വർണ്ണനകൾക്കുമപ്പുറം അവിശ്രമം ദൂരം നടന്നു കയറിയ ഈ പ്രതിഭ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും മണമുള്ള ചൂടുകൾ കൊണ്ടാണ് ലോകത്തെ അളക്കുന്നത്. അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ അംഗീകരിക്കപ്പെടുന്നത് ആ അവാർഡുകളാണ്. കാരണം അതിലും കൂടുതൽ അർഹിക്കുന്നുണ്ട് ആ ആത്മാർത്ഥതയുടെ പ്രതിരൂപം. കണ്ണൂർ ചെറുപുഴ കൃഷിഭവനിലെ കൃഷിവസ്തു ശ്രീ സുരേഷ് എം.കെക്കാണ്. ചെറുപുഴയെ കൂൺ ഗ്രാമമാക്കി മാറ്റിയതിൽ പരിശീലനമാക്കുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തെ ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചില പുതിയ അവാർഡുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃഷി ഒരുപാട് ജാതി കവുന്നോടെ ഒരു 10-28 കവുന്നു ഈ ചുറ്റളവിലാണ്. ഈ ചുറ്റളവ് മാത്രം താവോട്ട് കാര്യമായിട്ട് ഇല്ലായിരുന്നു, മറ്റേ അങ്ങോട്ടും ഇല്ലായിരുന്നു. ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ചിലരും കൊണ്ട് മുകളിൽ ഒരു കവുന്നുണ്ട്, ഒരു 10 നല്ല നാശനഷ്ടമുണ്ട്. നല്ല നാശനഷ്ടം ജാതി എന്ന് പറയുന്നത് കണ്ണൂർ ജാതി കൃഷിക്ക് അപേക്ഷ അതിന്റെ അക്ഷീണ കൊടുക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ കവുങ്ങ് റബ്ബർ അത് പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അപേക്ഷ കൊടുക്കണം. ജാതി കാഴ്ചകൊണ്ടിരിക്കുന്നു.
താഴോട്ട് ഇതിന് പറഞ്ഞാലുണ്ടല്ലോ പ്രധാനത്തിനൊന്നും പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. കൃഷി ഒരുപാട് താഴെ ഇപ്പം പോയി നോക്കിയിട്ടുണ്ട്, അതാണ് ഒരു 10-15 നമുക്ക് കുറേ ജാതി, കുറേ കവുങ്ങെന്ന് പറഞ്ഞാൽ ഒരു 10-28 കവുങ്ങ്, ഇതിനെ തന്നെ കുറേ 10-28 ഇതിങ്ങനെ ഈ ചുറ്റുള്ളവരാണ്. ഈ ചുറ്റം മാത്രം താവോട്ടെ കാര്യമായിട്ട് ഇല്ലായിരുന്നു, മറ്റേ അങ്ങോട്ടും ഇല്ലായിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് നല്ല നാശനഷ്ടം. ജാതി എന്ന് പറയുന്നത് ജാതി കൃഷിക്ക് അപേക്ഷ പരിശീലന കൊടുക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ കവുങ്ങ്, റബ്ബർ, നമ്മളിവിടെ നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക സഹായങ്ങളില്ലായിരുന്നു. അന്ന് കണ്ണൂർ ജില്ലയിൽ പേരാവൂർ ഇരിട്ടി ബ്ലോക്കുകളിലാണ് ഇത് ലഭിച്ചത്. പക്ഷേ ഈ വർഷം നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഗ്രാമം എന്ന് പറയുന്ന ഈ പദ്ധതി പൂർണ്ണമായും ഗവൺമെന്റ് സബ്സിഡിയോട് നടപ്പിലാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പൂൺഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതിന് ഒരുപാട് ഘടകങ്ങൾ. അതിൽ പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിൽ കൂൺ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരുപാട് രോഗങ്ങളെ അകറ്റാൻ പറ്റുന്നുണ്ട്. അത് ജനങ്ങളിൽ ആ അവബോധം സൃഷ്ടിച്ചതിന് ശേഷം ഈ കൂൺ കൃഷി പരിശീലനം നടത്തി കഴിഞ്ഞാലാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപിക്കൽ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഈ കൂൺ കൃഷി ക്ലാസ്സിനോടൊപ്പം ക്ലാസ് എന്നതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇല്ല നമ്മളിവിടെ നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക സഹായങ്ങളില്ലായിരുന്നു. അന്ന് കണ്ണൂർ ജില്ലയിൽ പേരാവൂർ ഇരിട്ടി ബ്ലോക്കുകളിലാണ് ഇത് ലഭിച്ചത്. പക്ഷേ ഈ വർഷം നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഗ്രാമം എന്ന് പറയുന്ന ഈ പദ്ധതി പൂർണ്ണമായും ഗവൺമെന്റ് സബ്സിഡിയോട് നടപ്പിലാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതിന് ഒരുപാട് ഘടകങ്ങൾ. അതിൽ പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിൽ കൂൺ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരുപാട് രോഗങ്ങളെ അകറ്റാൻ പറ്റുന്നുണ്ട്. അത് ജനങ്ങളിൽ ആ അവബോധം സൃഷ്ടിച്ചതിന് ശേഷം ഈ കൂൺ കൃഷി പരിശീലനം നടത്തി കഴിഞ്ഞാലാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപിക്കൽ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഈ കൂൺ കൃഷി ക്ലാസ്സിനോടൊപ്പം ക്ലാസ് എന്നതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.